കാർത്തിക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്കാർ സംവിധാനം സ്തംഭനത്തിലേക്ക് പോകുമ്പോൾ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങളെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. സജിമോൻ ആന്റണി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, നേരത്തെ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലടക്കം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട്. അത് ഘട്ടം ഘട്ടമായി അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ അതെല്ലാം കടുത്ത തീരുമാനങ്ങളായി മാറുന്നു എന്നുള്ളതാണല്ലോ ട്രംപ് നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇപ്പോഴിതാ ജീവനക്കാർക്ക് അന്ത്യശാസനം കൂടി നൽകുകയാണ് ട്രംപ്. അവധിയിൽ തുടർന്നാൽ പിരിച്ചുവിടേണ്ടി വരും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയം അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ ജനതയിലെ വൈഡ് വെറൈറ്റി ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ എല്ലാവരെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് അമേരിക്കയിൽ ആദ്യമായിട്ടല്ല ഇതിൻ്റെ ഒരു ക്രൈസിസ് ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ഹിസ്റ്ററി പുറകോട്ട് നോക്കുകയാണെങ്കിൽ 1995-96 കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിൽ ക്ലിന്റൺ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2 തവണ ഉണ്ടായി. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം അത് 2 ദിവസവും അല്ലെങ്കിൽ 16 ദിവസവും ഒക്കെ ആയിട്ട് നിന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓർക്കണം, ബിൽ ക്ലിന്റന്റെ സമയത്ത് അമേരിക്കയിലെ ഡെഫിഷ്യറ്റ് സർപ്ലസ് ആയിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം ഏകദേശം 6 തവണയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദീർഘകാലഘട്ടത്തിലേക്ക് ഇത് ബാധിച്ചിരിക്കുന്നത് 2017-18 സമയത്താണ്. അന്നും പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു കാരണം അദ്ദേഹവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഭയങ്കര ഒരു യുദ്ധമായിട്ടാണ് വരുന്നത്. കാരണം അതിന് മുമ്പ് വരെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒക്കെ അവർ രണ്ടുപേരും ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു മജോറിറ്റി ആയിട്ടുള്ള തീരുമാനമായിട്ട് പൊക്കോണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്യുവർ പാർട്ടിസൺ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ആരും തന്നെ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വോട്ട് ചെയ്യാറില്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തിരിച്ചു ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. 5 വോട്ടിന്റെ ഡെഫിഷ്യറ്റിലാണ് ഇന്ന് ഇത് തോറ്റുപോയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി ഒരു 18 മിനിറ്റൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഷട്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇത് ട്രംപിന്റെ സമയത്ത് നടന്നപ്പോൾ 35 ദിവസം ആയി നീണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പാനിക് ആക്കുന്നത് എന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് എന്താണ് ഇവിടെ ഒരു കീറാമുട്ടിയായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. അത് ഡെമോക്രാറ്റിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മെഡിക്കേഡിന് ഈ 5-6 മാസം മുമ്പ് ഇവിടെ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ട്രംപ് ഇവിടെ അവതരിപ്പിച്ചിരുന്നു, അല്ലെ പാസ്സാക്കിയിരുന്നു. അപ്പൊ അതിനകത്ത് ഇതിന്റെ ഒരു വലിയൊരു ആക്ഷേപം വന്നിരുന്നത് മെഡിക്കെയർ അല്ലെങ്കിൽ മെഡിക്കെയ്ഡ് സൈഡിൽ 17 മില്യൺ അമേരിക്കൻസിന്റെ കവറേജ് പോകുന്നു, അല്ലെ ഒബാമ കെയറിന്റെ ഈ ഒരു പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ എക്സ്റ്റൻഷന് അലോ ചെയ്യുന്നില്ല, അതിനെ ലാപ്സ് ആവാനായിട്ട് അനുവദിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. എന്നാൽ അതിനെ റിപ്പബ്ലിക്കൻ പക്ഷം എതിർത്തുകൊണ്ടിരുന്നത് ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനുള്ള മെഡിക്കൽ ഫെസിലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ വാസ്തവം പറയുവാണെങ്കിൽ അത് ഇല്ലീഗൽസിന് വേണ്ടിയിട്ടുള്ളതല്ല, അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മെഡിക്കെയ്ഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ള കട്ടാണ് ഇത് പറയുന്നത്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബാർഗെയിൻ ചിപ്പായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത്. എന്നാൽ ട്രംപ് എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് വേറൊരു ലൈനിൽ പറയുകയാണെങ്കിൽ, കാരണം അദ്ദേഹം ഓർക്കണം, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ജനുവരി തുടങ്ങിയപ്പോൾ തന്നെ ഡോജ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഫെഡറൽ ഗവൺമെന്റ് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത് നിന്ന്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ് ഫെഡറൽ ഗവൺമെന്റിനെ സൈസ് കട്ട് ചെയ്യാനും അവരുടെ ബെനിഫിറ്റുകൾ കട്ടൗട്ട് ചെയ്യാനും ഒരു റീസൺ ആയിട്ട് ട്രംപിന് ഇതിനെ മുതലെടുക്കുമെന്നാണ് എനിക്ക് ഇവിടുന്ന് തോന്നുന്നത്. ഏതായാലും ഇതൊരു തീപാറുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു. അതിനൊരു തീരുമാനവുമായിട്ടില്ല, ഇനി ഒരു തീരുമാനം ഉണ്ടാവാനും പോകുന്നില്ല അറ്റ്ലീസ്റ്റ് 1-2 ദിവസത്തേക്ക്. കാരണം വോട്ടിംഗ് കഴിഞ്ഞു, ഇനി ഏകദേശം ഇപ്പൊ 16 മിനിറ്റൂടെ കഴിഞ്ഞാൽ അമേരിക്ക ഷട്ട് ഡൗൺ ആവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ടൈം ആയിരിക്കുമോ ലോങ് ടൈം ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. പലപ്പോഴും ഇതിനു മുമ്പ് പലതവണയും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 6 തവണ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലും 5 തവണയും അത് 2 ദിവസവും 3 ദിവസവും 5 ദിവസമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഫണ്ട് പഠിച്ച എംപ്ലോയീസിനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട വേതനങ്ങളും കാര്യങ്ങളും പുറകോട്ട് പോയി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ട്രംപ് പറയുന്നത് ഒരു ഭീഷണി പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല, ഇതിനെ ഞാനൊരു പിരിച്ചുവിടലിന് കാരണമാകും, അതിന്റെ ഒരു ബ്ലെയിം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ആണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഏതായാലും ഇതൊരു ക്രൈസിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസിസ് തീർച്ചയായിട്ടുമാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഓൾറെഡി ക്രൈസിസ് ഉണ്ട്. ട്രംപിന്റെ ടാരിഫും ടാക്സും കാര്യങ്ങളും എല്ലാം ഒരു സൈഡ് നടക്കുന്നു. അതോടൊപ്പം യുക്രൈനും റഷ്യയുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, അവിടെ പീസ് ഉണ്ടായിട്ടില്ല. ഗാസയും ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ഫൈറ്റുകൾ നടക്കുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പൊ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സിറ്റുവേഷനിൽ നടക്കുന്നതിനകത്ത് വേറൊരു കോംപ്ലക്സ് സജിമോൻ ആന്റണി, ഇതിലിപ്പോൾ ഈ അമേരിക്കയെ അതിന്റെ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരും, അമേരിക്കയെ സാമ്പത്തികമായി കരുപ്പിടിപ്പിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം
പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ദിവസങ്ങൾ ആണ് എങ്കിലും അല്ലെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നുവെങ്കിലും ഒക്കെ അത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുകയല്ലേ ഉണ്ടാവുക? ഇതിനെ തീർച്ചയായിട്ടും അതെ. അതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ പറയാൻ കാരണം ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഇനി യൂസ് ചെയ്യാനുള്ള പൈസയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഓൾറെഡി അമേരിക്കൻ ഗവൺമെന്റ് യൂസ് ചെയ്ത പൈസയുടെ റീഇംബേഴ്സ്മെന്റ് ആണ് ഈ പറയുന്നത്. അപ്പം വിച്ച് മീൻസ് നാളെ ഒരു കോൺട്രാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വരുമ്പം അമേരിക്കയുടെ ഒരു ക്രെഡിബിലിറ്റി കുറയും എന്നുള്ളതാണ് ഈ ഷട്ട് ഡൗണും കൊണ്ട് പ്രൈമറിലി വരുന്ന ഒരു ഒരു കുറവ്. രണ്ടാമത് ഇതിനകത്തൊരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് ഈ പറയുന്ന സെനറ്റിലോ റിപ്പബ്ലിക്കൻസോ സെനറ്റിലോ കോൺഗ്രസിലോ ഉള്ള അവർക്ക് ആർക്കും ആയിരിക്കില്ല, സാധാരണ ജനങ്ങളാണ്. അപ്പം അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സർവീസ് ഉൾപ്പെടെയോ അത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ സർക്കാർ സേവനങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് നാഷണൽ പാർക്കുകളൊക്കെ ക്ലോസ് ആവാം, കാരണം അവിടെ എംപ്ലോയീസ് വരത്തില്ല. വാട്ടർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് ബാധിക്കാം, ഈവൻ വെറ്ററൻസിന്റെ സർവീസുകളെ ബാധിക്കാം ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അവശ്യ സർവീസ് അല്ലാത്ത പല ഡിപ്പാർട്ട്മെന്റുകളെയും ഇത് ഡയറക്റ്റ് ആയിട്ട് നാളെ മുതൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഷോർട്ട് ടൈം ആയിട്ട് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസും കൂടി ഒരു എഗ്രിമെന്റിൽ വരികയാണെങ്കിൽ ഇതിനൊരു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരത്തില്ല. ഇന്നൊരു വലിയൊരു ന്യൂസായി നാളെ അത് ഫീഡപ്പ് ആയി പോകും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ട്രംപിന്റെ ഒരു ഉന്നം അല്ലെങ്കിൽ ട്രംപിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഹിസ്റ്ററിയും അതാണ് പറയുന്നത്. 2017-18 സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും ലോങ്സ്റ്റ് ഷട്ട് ഡൗൺ അമേരിക്കയിൽ ഉണ്ടായത്, 35 ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഡെമോക്രാറ്റ്സിന്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിന്റെ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പൊ ഡെമോക്രാറ്റ്സ് അവര് ഒരു പാനലായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു, റിപ്പബ്ലിക്കൻസ് ഒരു പാനലായിട്ട് വേറൊരു സൈഡിൽ നിൽക്കുന്നു. അപ്പൊ അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു പോകാനുള്ള ഒരു ശ്രമവും ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഡെമോക്രാറ്റ്സ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപ് പറയുന്നത് അമേരിക്കയുടെ ഫെഡറൽ ഡെഫിഷ്യൻസ് 30 ട്രില്യൺ ആയിരുന്നുവെങ്കിൽ അതിനെ കുറയ്ക്കും എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ സെപ്റ്റംബർ 4 ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഡെഫിഷ്യറ്റ് 30 അല്ലെങ്കിൽ 32 നിന്ന് 37 ട്രില്യൺ ആയി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡെമോക്രാറ്റ്സ് പറയുന്ന ട്രംപിന്റെ പോളിസിയുടെ എല്ലാം അദ്ദേഹം പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഒരു ഹിപ്പോക്രസിയാണ് പറയുന്നത്. കാരണം റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കൺസർവേറ്റീവ്സും അവരുടെ ഒരു കാതലായ ഒരു പോളിസിയാണ്. ആ ഒരു പോളിസിയിൽ നിന്ന് അവർ മാറിപ്പോയി എന്നുള്ളതാണ് ഡെമോക്രാറ്റ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ആശങ്കാജനകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. യെസ്, ഇതാണ് അമേരിക്കയിലെ സാഹചര്യം. എന്താണ് സംഭവിക്കുക എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അമേരിക്കൻ ജനതയെ ബാധിക്കുക എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആണ് സജിമോൻ ആന്റണി പങ്കുവച്ചത്.